എല്ലാവർക്കും നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. മകേരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മകേരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. Knight of Wands, Tower Moment, Hermit, Nine of Wands, Nine of Pentacles, Sun card. അതിൽ തന്നെ നൈറ്റ് ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് ഒത്തിരി നിങ്ങൾ അധ്വാനിച്ചതിനുള്ള ഫലം ലഭിക്കുന്ന സമയമാണ്. അപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് നിങ്ങൾ എന്തോ കാര്യം നേടുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടാവും. ജോലി സംബന്ധമായിട്ട് ചിലപ്പോൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാകും, പക്ഷേ നിങ്ങൾക്കതിൻ്റെ ഫലമൊന്നും ലഭിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പരിശ്രമിച്ചതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. ജോലിയിൽ മുന്നേറ്റം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ജോലിയിൽ മുന്നേറ്റം ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അത് കുറച്ചധികം നാളായിട്ട് നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, പ്രൊമോഷന് കാര്യങ്ങളൊന്നും ആയിട്ടില്ല, അത് നിങ്ങൾ അർഹിക്കുന്നു എങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് മറ്റുള്ളവർ, അതായത് നിങ്ങളുടെ മേലധികാരികൾ അത് വീക്ഷിക്കുകയും നിങ്ങൾക്ക് അതിന് തക്ക ഒരു പൊസിഷൻ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്നവരോ മറ്റൊക്കെയാണ് ഈ പ്രൊമോഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ പ്രൊമോഷൻ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യവും സാധ്യതയും ഒത്തുവരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രൊമോഷനും മറ്റും കാര്യങ്ങളും അതേപോലെ ശമ്പള വർധനവ് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ജോലി സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ അടുത്തിടയ്ക്ക് അനുഭവിച്ചവർക്ക് ഒരു മാറ്റം, ജോലി സംബന്ധമായിട്ട് കരിയറിലൊരു മാറ്റം സാധ്യമാകുന്നു എന്നുള്ളതാണ്. പിന്നെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതായത് എന്തെങ്കിലും എൻട്രൻസ് പരീക്ഷാ വിജയം കാര്യങ്ങളൊക്കെ കൂടുതൽ കാണിക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ മത്സര പരീക്ഷകളും ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇനി അല്ലാതെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എന്തെങ്കിലും മത്സര പരീക്ഷകൾ, എൻട്രൻസ് എക്സാംസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നേടുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു പരീക്ഷ നിങ്ങളിപ്പോൾ IELTS, TOEFL അതുപോലെയുള്ള പലതരത്തിലുള്ള പരീക്ഷകൾ, മറ്റ് ഒരു കാര്യത്തിലേക്ക് കടമ്പ കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷകൾക്ക് വിജയസാധ്യതകൾ ഏറി നിൽക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ ഒത്തിരി ശ്രമിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, ഇതിനു മുമ്പ് ശ്രമിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ളത്, ആ ഒരു ശ്രമം ഈ ഒരു മാസത്തിൽ വിജയകരമായിട്ട് നിങ്ങൾ പൂർത്തിയാക്കുന്ന ഒരു സാധ്യതയും ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ടവർ മൊമെൻ്റ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്തിടയ്ക്ക് ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ചിലപ്പോൾ അടുത്തിടയ്ക്ക് ജോലിയിൽ നിന്ന് വിരമിച്ചവരായിരിക്കാം. നിങ്ങളുടെ റിട്ടയർമെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പ്രൊവിഡൻറ്റ് ഫണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അതായത് കമ്പനിയിൽ നിന്ന് വിരമിച്ചു, പക്ഷെ നിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടിയിട്ടില്ലാത്തത് ഒരു തുക, വലിയൊരു തുക നിങ്ങളിലേക്ക് വരേണ്ടതാണ്, പക്ഷെ ഇതുവരെ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പെൻഷൻ കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ല, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് തടസ്സങ്ങളൊക്കെ ഉള്ളവർ ആ തടസ്സമൊക്കെ മാറിക്കിട്ടുന്നൊരു സമയം കാണിക്കുന്നു. അതേപോലെ നിങ്ങളൊരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് മാറി, പുതിയ കമ്പനിയിലേക്ക് മാറി, പക്ഷേ പഴയ കമ്പനിയിൽ നിന്ന് കിട്ടാനുള്ളത് ഇതുവരെ കിട്ടിയിട്ടില്ലാത്തവർക്ക് അത് ലഭിക്കുന്ന സമയമാണ്. കിട്ടാക്കടങ്ങളെന്ന് നമ്മൾ പറയുന്നത് അതിപ്പം നിങ്ങൾ മറ്റൊരാൾക്ക് നിങ്ങളായിട്ട് കടം കൊടുത്തത് തന്നെ ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു കമ്പനിയിൽ നിന്ന് മാറുമ്പോൾ അവിടെ നിന്ന് കിട്ടേണ്ടത് പൂർണ്ണമായിട്ട് അവർ തന്നിട്ടില്ല, തരും എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതുവരെ കിട്ടിയിട്ടില്ല, അതൊരിക്കലും കിട്ടില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സിറ്റുവേഷനിലായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടാനുള്ളത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു സാധ്യത സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ വീട് സംബന്ധമായിട്ടുള്ള ജോലി അല്ലാതെ നിങ്ങൾ കുടുംബ സംബന്ധമായിട്ട് കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല. അപ്പോൾ മക്കൾ, അച്ഛനമ്മമാർ തമ്മിൽ അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ്, വലിയ സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വലിയൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മക്കളായിട്ടുള്ള പ്രശ്നങ്ങൾ, അച്ഛനമ്മമാരോ മക്കളോ അല്ലെങ്കിൽ മക്കളെ നിങ്ങൾ ഇപ്പോൾ അച്ഛനമ്മമാരാണ് ഈ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ മക്കളാണെങ്കിലും അങ്ങനെ വലിയൊരു ആരെങ്കിലും ഒരാൾ ഇറങ്ങിപ്പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന തലത്തിലേക്ക് വന്നെത്തേക്കാം. അപ്പോൾ മക്കളുടെ ഭാഗത്ത് അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് പ്രശ്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചിലപ്പോൾ മക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും അങ്ങനത്തെ സിറ്റുവേഷൻ വരാം. പക്ഷേ അത് വലിയൊരു പാഠമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു പ്രശ്നം കുറച്ച് വലുതാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ സ്വന്തം കാലിൽ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു എന്ന് പറയുമ്പോൾ സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു പാഠം, ആർജവം എന്നുള്ള രീതിയിൽ
അതിനെ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്ത് പഠിക്കുന്നതും നിങ്ങളുടെ വില മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനെ അത് കൊണ്ടെത്തിക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ മക്കൾ അവരുടെ ജീവിതം ഇതുവരെ അവരുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് ആ ഒരു രീതിയിലേക്ക് എത്താൻ വീട്ടിലുണ്ടായിരുന്ന കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ വാല്യൂ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നെത്തിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാകുകയാണ് നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ എന്ന് പറയാം. അതൊരു വെളിച്ചമായിട്ടാണ് കാണുന്നത്. ആദ്യമൊക്കെ ഒരു നെഗറ്റീവായിട്ടുള്ള ഫീലിങ്ങും സങ്കടകരമായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ കൂടിയും അപ്പോഴത്തെ ദേഷ്യത്തിന് ചില കാര്യങ്ങൾ ചെയ്യുന്നത്, വാശിക്ക് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഭാവിയിലേക്ക് ഗുണം ചെയ്യുന്നുണ്ട്. ആ ഒരു വാശിയോടൊപ്പം തന്നെ കുറച്ച് ആത്മാഭിമാനം കൂടി ഉണ്ടാകുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ വീണ്ടും തിരിച്ച് അങ്ങനെ വെറും കൈയോടെ കയറി വരാനുള്ള മടി, അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഉള്ളതുകൊണ്ട് സ്വന്തമായിട്ട് പല കാര്യങ്ങളും ചെയ്ത് പഠിക്കുകയും ജീവിതം എന്താണെന്ന് പഠിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ. അപ്പോൾ അതേപോലെ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലൊരു വഴിത്താങ് അല്ലെങ്കിൽ ഒരു ഗൈഡായിട്ട് മുന്നിൽ നിൽക്കാൻ ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ ചിന്തിച്ചത് എന്താണോ നിങ്ങൾ ഏത് വഴിയെ പോകണം എന്നുള്ളത്, പക്ഷേ ആ വഴിയെ പോകാൻ നിങ്ങൾക്കൊരു വഴികാട്ടി അല്ലെങ്കിൽ നിങ്ങൾക്കിത് എങ്ങനെയാണ് എന്താണെന്ന് തുടക്കത്തിലേക്ക് പോകാനൊരു ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉള്ളവർ അതിനൊരു വഴികാട്ടിയായിട്ടൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. നിങ്ങളെ പണ്ട് പഠിപ്പിച്ചിട്ടുള്ളൊരു ടീച്ചറോ സാറോ ഒക്കെ ആവാം, അല്ലെങ്കിൽ വളരെ അറിവും വിദ്യാഭ്യാസപരമായിട്ട് ഒത്തിരി മുന്നിട്ട് നിൽക്കുന്നത് വളരെ നല്ല മിതത്വ സ്വഭാവമുള്ളൊരു വ്യക്തി, അങ്ങനെ ഒരു വ്യക്തി നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ഒരാളായിരിക്കാം, പക്ഷേ അവരായിട്ട് നിങ്ങൾ കൂടുതൽ സംസാരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിയായിട്ട് നിങ്ങൾ കൂടുതൽ പരിചയപ്പെടുന്നു, സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ആ വ്യക്തിയുടെ സഹായത്തോടു കൂടിയിട്ട് ഒരു ഗുരു എന്നുള്ള സ്ഥാനത്ത് നിർത്തി മുന്നേറാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ 9 of Wands എനർജി കണക്ഷൻസ് ആണ്. ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച ഒരു കാര്യം നേടുന്നു എന്ന് പറയാം. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള ഒരു കോളേജോ യൂണിവേഴ്സിറ്റിയിലൊക്കെ കയറി പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. ഫൈനൽ എൻഡിങ് ഫേസ് ആണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പലരെ സംബന്ധിച്ച് പല സാഹചര്യങ്ങളും ആവാം ഇത് സൂചിപ്പിക്കുന്നത്. ചില ആളുകളെ സംബന്ധിച്ച് ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് വിജയം നേടുന്ന ഒരു സാഹചര്യം എന്നുള്ള രീതിയിലേക്ക് പറയാം. ഒരു വിവാഹം ആളുകളെ സംബന്ധിച്ച് ഇതൊരു ഫൈനൽ റിലാക്സേഷൻ, അതായത് ഒരു പര്യവസാനം, ഒരു റിലാക്സേഷൻ എന്നുള്ള രീതിയിൽ പറയാം. കാരണം നിങ്ങൾ ഒത്തിരി പരിശ്രമിച്ചു അടുത്തിടയ്ക്കായിട്ട് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് ആ ഹാർഡ് വർക്കൊക്കെ തീർന്നു. ഇനി നിങ്ങൾക്ക് വിതയ്ക്കലും ഒക്കെ കഴിഞ്ഞു. ഇനി കൊയ്യാനുള്ള സമയമാണ്, അതായത് എൻ്റെ റിസൾട്ട് കിട്ടുന്ന സമയമാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. വീട്ടമ്മമാരെ സംബന്ധിച്ച് ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് തന്നെ പറയാം. കാരണം പലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവാം, അതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടുന്ന സമയം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ പലരെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള കാര്യങ്ങളായിരിക്കാം. കാരണം ചില ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിൽ എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളാവും. മറ്റു ചിലരെ സംബന്ധിച്ച് ചിലപ്പോൾ നിങ്ങളൊരു അടുക്കളത്തോട്ടം എന്നുള്ള രീതിയിൽ കൃഷി ചെയ്യുന്നതായിരിക്കാം. പക്ഷേ ഒത്തിരി വിളവെടുപ്പ് നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അതൊത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യം. ഓരോരുത്തർക്കും സന്തോഷം തരുന്നത് എന്താണോ അതാണ് അവരുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന, സന്തോഷം തരുന്ന, ആഹ്ലാദിക്കുന്ന സമയമാണ്. മറ്റൊരാൾക്ക് അത് സെയിം രീതിയിൽ ആഹ്ലാദമായിരിക്കണമെന്നില്ല. അതായത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളൊരു ചിന്തയുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ സ്വയം വിശ്വസിക്കുന്ന ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു പ്രത്യയശാസ്ത്രം, നിങ്ങളുടെ പൊളിറ്റിക്സ്, റിലീജിയസ് ആയിട്ടുള്ളതും ഒക്കെയുള്ള കാര്യങ്ങളിൽ നിന്ന് കൂടുതൽ നിങ്ങളുടെ വിശ്വാസം ദൃഢപ്പെടുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ പറയാം ഈ ഒരു മാസം. അതേപോലെ സൺ കാർഡാണ് ഇവിടെ. ഒത്തിരി ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ജീവിതത്തിൽ മുന്നേറുന്ന സമയം. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ സൗഹൃദങ്ങൾ, അതേപോലെ കൂട്ടായ്മകളുടെ ഒക്കെ ഒരു സമയമാണ്. ഒരുമിച്ച് ചേർന്ന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു, സന്തോഷപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് മുന്നേറാൻ പറ്റുന്നു എന്നതിൻ്റെയൊക്കെ ഒരു തൃപ്തിയും സന്തോഷവും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സ്വയം ഒന്നും ഇനിഷ്യേറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നൊരു വ്യക്തി അല്ലായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ സ്വയം പല കാര്യങ്ങളും ആലോചിച്ച് തീരുമാനിച്ചിട്ട് നിങ്ങൾ ജീവിതത്തിലേക്ക് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സമയം എന്നുള്ള രീതിയിലാണ്.
ഡിപ്പെൻഡ് ചെയ്യാതെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം എന്ന് കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.